എന്നതാണ് ആറാമത്തെ കാര്യം. മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കണം, ഗുരുനാഥന്മാർക്കും കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞു സന്തോഷമുണ്ട്. ഹദിയ കൊടുക്കണം. ഹദിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ ഒന്ന് പോയി കാണണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ആവശ്യമില്ലെങ്കിലും കൊടുക്കണം എന്നാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കണേനല്ല ഹദിയ എന്ന് പറയാം. ആവശ്യമില്ലെങ്കിലും കൊടുക്കാം, ആർക്കും വാങ്ങാം, ആർക്കും സ്വീകരിക്കാം. മുത്തുനബിയുടെ വരുമാനം ഹദിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വരുമാനം എന്തായിരുന്നു എന്നതിൽ നേരിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളത് ഹദിയയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാനം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആറാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹദിയ കൊടുക്കലാണ്. ഏഴാമത്തെ കാര്യം, അല്പം ദൂരത്താണ് താമസമെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കണം. രണ്ട് പേരയിലാണ്, തറവാട്ടിൽ നിന്ന് വേറെ പോയി ഒരു പേരയിലാണ്. എല്ലാ ദിവസവും 2 നേരം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്നരാട ഏതായാലും പോകണം. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും വിളിക്കണം. ഗൾഫിലാണെങ്കിൽ ശരിക്കും ഒന്നരാടാണ് വിളിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഉമ്മാക്കും അപ്പാക്കും വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം. രാവിലെയും വൈകുന്നേരം കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മളെ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് പ്രായമായൊരു ഉമ്മ ഉണ്ടായിരുന്നു എന്നാണ്. എന്നും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ലുക്മാൻ ഉമ്മാനോട് പറയും, ഉമ്മ, ലുക്മാൻ പണിക്ക് പോവുകയാണ്, വൈകുന്നേരം വരുമ്പോൾ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. അതിലുമ്മ എന്തേലും ഒന്ന് പറയും. അങ്ങനെ മൂപ്പര് ആ നീയത്ത് വെച്ചിട്ടാണ് ജോലിക്ക് പോവുക. എൻ്റെ അമ്മക്ക് കടലമുട്ടായി കൊണ്ടുവരാനേ ജോലിക്ക് പോകുന്നു. എന്തൊരു രസമുള്ള നീയത്താകുന്ന നിങ്ങൾ. സംഭവം ചെറിയ വിഷയമാണ് എന്നിട്ട് വരില്ല. രാവിലെ അന്ന് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ വൈകുന്നേരം വരുമ്പോൾ ലുക്കുമ്മ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഉമ്മ എന്തേലും എന്ന് പറയും. കടലമുട്ടായി ഞാൻ പറഞ്ഞ കേട്ടോ, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഉമ്മ എന്താ ഇഷ്ടമുള്ള ചോദിച്ചാൽ അത് പറയും. അപ്പോൾ അത് കൊടുന്നു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉമ്മാക്ക് ഇങ്ങനെ പ്രായം കൂടി വന്നു. പ്രായം കൂടിയപ്പോൾ ചെറിയ അസ്വസ്ഥതയൊക്കെ ഇങ്ങനെ തുടങ്ങി, വർത്തമാനത്തിലൊക്കെ ചെറിയ അവ്യക്തതകളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാവിലെ ലുക്മാൻ ജോലിക്ക് വേണ്ടി പോയപ്പോൾ ഉമ്മാട് ചോദിച്ചു, ഉമ്മ വൈകുന്നേരം വരുമ്പോൾ ലുക്മാൻ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മോനെ, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി സ്വർഗത്തു നിന്നൊരു പൊടി മണ്ണ് കൊണ്ടുവരുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ കാലിൻ്റെ, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തുകാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, തരമ്മ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്